ഹലോ മുത്തുകളെ സ്വത്തുക്കളെ കേരളകളെ കുളിരുകളെ പഞ്ചാര കുഞ്ചുകളെ വീണ്ടും നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫാസിൽ സർ. നമ്മളെ ബയോളജിന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു വൃത്തികെട്ട ക്വസ്റ്റ്യൻ എല്ലായ്പ്പോഴും ഉണ്ടാവാറുണ്ട്. സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും ഇതിങ്ങനെ ഫ്രൂട്ട്സിലാണ് മിക്സ് ചെയ്ത് കണ്ട് കുറേ ആക്ഷൻസ് ഇങ്ങനെ തരും. എന്നിട്ട് അതിലിത് സിമ്പതറ്റിക് ആണോ ഇത് പാരാസിമ്പതറ്റിക് ആണോ അങ്ങനെ ചോദിക്കും. അപ്പോൾ എല്ലാവർക്കും എപ്പോഴും ടെൻഷനുള്ള ഒരു സാധനമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. പല സ്കോപ്പുണ്ട്, നല്ല സ്കോപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആവണം, അതൊന്ന് സെറ്റായിട്ട് നമുക്കൊന്നൊരു ഐഡിയ ഉണ്ടാക്കി തരണമെന്ന് കുറേ കുട്ടികൾ ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു. അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഒരു ചോദ്യം വരുമ്പോൾ ഇനി കിളി പാറരുത്. ഈ ഒരു ചോദ്യം വരുമ്പോൾ പൊതുവെ കിളിയല്ല പാറ, പരുന്തിങ്ങനെ പാറും. അങ്ങനെ കുറേ ആൾക്കാർക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇനി കിളിയോ പരുന്തോ ഒരു പറവയും പാറരുത്. ഇനി നമ്മളത് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് പഠിക്കാനാണ് നമ്മളിവിടെ ഒരു സ്കീം അവതരിപ്പിക്കുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. പിടിച്ചോട്ടോ. അതായത് ഇത് സിമ്പതറ്റിക്. ഓക്കെ, അപ്പോൾ അപ്പുറത്ത് എന്തായിരിക്കും? അത് പാരാസിമ്പതറ്റിക്. ഓക്കെ, സിമ്പതറ്റിക് പാരാസിമ്പതറ്റിക്. ഇനി കൃത്യമായി ശ്രദ്ധിച്ചോളൂ, കൃത്യവും വ്യക്തവുമായി ശ്രദ്ധിക്കുക. ഓക്കെ, സിമ്പതറ്റിക് എന്ന് പറഞ്ഞാൽ പേടി. സിമ്പതറ്റിക് എന്ന് പറഞ്ഞാൽ പേടിയോ? അങ്ങനെയാണ് വിചാരിക്കുക, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, വിചാരിച്ചോളൂ. ഓക്കെ, സിമ്പതറ്റിക് എന്ന് പറഞ്ഞാൽ പേടി. അപ്പോൾ പാരാസിമ്പതറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? കൂൾ അല്ലെങ്കിൽ ആശ്വാസം, ഹാപ്പി. ഓക്കെ, നല്ലൊരു ചിൽ മൈൻഡ്. ഓക്കെ, അപ്പോൾ സിമ്പതറ്റിക് എന്താണ്? പേടി. സിമ്പതറ്റിക് എന്താണ്? പേടി. പാരാസിമ്പതറ്റിക് എന്താണ്? കൂൾ അല്ലെങ്കിൽ ആശ്വാസം. അത് ആ രീതിയിൽ മൈൻഡിൽ ഫിക്സ് ചെയ്യുക. സിമ്പതറ്റിക് പേടി, സിമ്പതറ്റിക് പേടി, സിംബാ പേടി, സിംബാ പേടി, സിംബാ പേടി, പാരാ ആശ്വാസം, പാരാ ആശ്വാസം, പാരാ കൂൾ, പാരാ കൂൾ. അതങ്ങനെ വിചാരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് പഠിക്കാം. ഇനി കറക്റ്റ് ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം? ലോജിക്ക് വെച്ചാണ് ചിന്തിക്കണം, അല്ലാതെ കാണാപ്പാഠം പഠിക്കരുത്. കാണാപ്പാഠം പഠിച്ചാൽ ഞാൻ വീണ്ടും പറയുന്നു, ഇത് എന്തായാലും തെറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും മാറും, ഉറപ്പാണ്. ലോജിക്ക് വെച്ച് പഠിക്കാം. നമുക്ക് നോക്കാം. ആദ്യത്തത് ഐ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യുന്നു. ഐ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യുന്നു. അപ്പുറത്ത് ഐ പീപ്പിൾ കോൺട്രാക്ട് ചെയ്യുന്നു. അതായത് ഒരു സ്ഥലത്ത് ഐ പ്യൂപ്പിൾ, കണ്ണിലെ പ്യൂപ്പിൾ ഇങ്ങനെ വികസിക്കുന്നു, ഒരു സ്ഥലത്ത് എന്താണ്? കണ്ണിലെ പ്യൂപ്പിൾ ഇങ്ങനെ ചുരുങ്ങുന്നു. ബുദ്ധി വെച്ച് പറയടാ, നമ്മൾ പേടിക്കുമ്പോഴാണോ കൂളായി നിൽക്കുമ്പോഴാണോ കണ്ണിലെ പ്യൂപ്പിൾ ഇങ്ങനെ വികസിക്കുക? പേടിക്കുമ്പോഴല്ലേ? നമ്മൾ പെട്ടെന്ന് ഒരു ആനനെ കണ്ടു, കണ്ണൊക്കെ തള്ളു, എന്നിട്ട് തള്ളിയ കണ്ണ് എന്ത് ചെയ്യണം? അങ്ങോട്ട് വെക്കേണ്ടി വരും. അത്രയൊന്നും ഇല്ലെങ്കിലും ഓക്കെ. ആനനെ അല്ലെങ്കിൽ നമ്മളൊരു പാമ്പിനൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ കണ്ണ് എന്ത് ചെയ്യും? ഒറ്റ തള്ളല. ഐ പ്യൂപ്പിൾ എന്ത് ചെയ്യും? ഡൈലേറ്റ് ചെയ്യും. പേടിക്കുമ്പോഴാണ് ഐ പീപ്പിൾ ഡൈലേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ പേടി ഈസ് ഈക്വൽ ടു സിംബ. പേടി സിമ്പതറ്റിക് അല്ലേ? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, പേടി സിമ്പതറ്റിക് ആണ്. അപ്പോൾ ഐ പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? സിമ്പതറ്റിക്കിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഐ പ്യൂപ്പിൾ കോൺട്രാക്ട് ചെയ്യുന്നത്, അതായത് ഇങ്ങനെ ചുരുങ്ങി ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നത് ഏത് സിറ്റുവേഷനായിരിക്കും? കൂൾ അല്ലെങ്കിൽ പാരാസിമ്പതറ്റിക് സിറ്റുവേഷനായിരിക്കും. അതങ്ങനെ പഠിക്കുക. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഡിക്രീസസും പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഇൻക്രീസസും. അതായത് ഉമിനീര് ഉൽപ്പാദനം കുറയുന്നതും ഉമിനീര് ഉൽപ്പാദനം കൂടുന്നതും. പേടിക്കുമ്പോഴാണോ കൂളായി നിൽക്കുമ്പോഴാണോ ഉമിനീര് ഉൽപ്പാദനം കുറയുക? പേടിക്കുമ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾക്ക് ഒരു സദസ്സിൽ കയറിയിട്ട് 2 വാക്ക് സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്. സ്വാഭാവികമായിട്ടും ഓനെ സദസ്സിൽ കയറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ സൗണ്ടൊക്കെ ഇടറിയിട്ട് എന്താ സംസാരിക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് ഇങ്ങനെ തപ്പിത്തടഞ്ഞ് ആകെ ഇങ്ങനെ ടെൻഷനൊക്കെ അടിച്ചിട്ട് തൊള്ളിയിലുള്ള വെള്ളമൊക്കെ പറ്റും. അതായത് തൊള്ളിയിലുള്ള ഉമിനീര് പറ്റും, ഉമിനീരൊന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ അയാൾ പേടിച്ച് ആകെ എന്ത് ചെയ്യും? അമ്പി പോയിക്കണേ. അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് സലൈവ എന്ത് ചെയ്യും? കുറയും. പേടിച്ചിരിക്കുമ്പോൾ. അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഡിക്രീസസ് എന്താണ്? പേടി അല്ലെങ്കിൽ സിമ്പതറ്റിക്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഇൻക്രീസസ് എന്തായിരിക്കും? പാരാസിമ്പതറ്റിക്. കൂളായി നിൽക്കുമ്പോൾ. കാരണം ഇപ്പം എനിക്കൊരു പ്രശ്നമില്ല, കാരണം ഞാൻ കൂളായി നിൽക്കുമ്പോൾ എനിക്കൊരു ടെൻഷനില്ല. അപ്പോൾ എൻ്റെ എന്താണ് വായിൽ അത്യാവശ്യം ഉണ്ടാവും, ഉമിനീരുണ്ടാവും, നോ പ്രശ്നം, നോ ടെൻഷൻ. ഓക്കെ, അപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്യാം. ഇനി അടുത്തത് പേടിക്കുമ്പോഴാണോ കൂളായി നിൽക്കുമ്പോഴാണോ ട്രക്കിയ എക്സ്പാൻഡ് ചെയ്യാം? ട്രക്കിയ എക്സ്പാൻഡ് ചെയ്യുന്ന ശ്വാസനാളം വികസിക്കും. നമ്മൾ പെട്ടെന്ന് ഒരു പാമ്പിയെ മുന്നിലാണ് കണ്ടു, ഇങ്ങനെ എന്ത് ചെയ്യും? ഇവിടുത്തെ ശ്വാസനാളം ഇങ്ങനെ വികസിക്കും. അപ്പോൾ പേടിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? ശ്വാസനാളം വികസിക്കുക. പേടിയില്ലാത്ത കൂളായി നിൽക്കുന്ന സമയത്ത് ശ്വാസനാളം ഇങ്ങനെ ചുരുങ്ങി കോൺട്രാക്ട് ചെയ്ത് സങ്കോചിച്ചിരിക്കുക, കാരണം ഒരു ടെൻഷനും ഉണ്ടാവില്ല. അപ്പോൾ ട്രക്കിയ എക്സ്പാൻഡ് ചെയ്യുന്നത്, ശ്വാസനാളം വികസിക്കുന്നത് പേടിക്കുമ്പോഴാണ്. പേടി സിംബയാണ്. അപ്പോൾ സിമ്പതറ്റിക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രക്കിയ കോൺട്രാക്ട് ചെയ്യുന്നത് പാരാസിമ്പതറ്റിക്. അങ്ങനെ കണക്ട് ചെയ്യുക. സിമ്പിൾ, അതും കിട്ടി. എന്നാൽ ഞാൻ അടുത്തത് ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ്, ഹാർട്ട് ബീറ്റ് ഡിക്രീസസ് അല്ലെങ്കിൽ നോർമൽ. ഓക്കെ, ഡിക്രീസസ് അല്ല, നോർമൽ. ബുദ്ധി വെച്ച് ചിന്തിക്കുക. പേടിക്കുമ്പോഴാണോ കൂളായി നിൽക്കുമ്പോഴാണോ ഹാർട്ട് ബീറ്റ് കൂടുക? പേടിക്കുമ്പോൾ. അപ്പോൾ ഹാർട്ട് ബീറ്റ് കൂടുന്നു പേടിക്കുമ്പോൾ. ദാറ്റ് മീൻസ് അതെന്തായിരിക്കും? സിംബയായിരിക്കും. അപ്പോൾ ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ് എന്താണ്? സിമ്പതറ്റിക് ആണ്. അപ്പോൾ ഹാർട്ട് ബീറ്റ് നോർമൽ എന്തായിരിക്കും? പാരാസിമ്പതറ്റിക് അല്ലെങ്കിൽ കൂളായിരിക്കും. കിട്ടി. ഇനി അടുത്തത് സിമ്പിളായിട്ട് പഠിക്കട്ടോ. അതായത് ഇനി ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഗ്യാസ്ട്രിക് ആക്ടിവിറ്റി പിന്നെ അതുപോലെ തന്നെ പെരിസ്റ്റാൾസിസ്, ഇത് രണ്ടും ഒപ്പം പഠിക്കുക. ഗ്യാസ്ട്രിക് ആക്ടിവിറ്റിയും പെരിസ്റ്റാൾസിസും ഒപ്പം പഠിക്കുക. അതായത് ഒരു സ്ഥലത്ത് ഗ്യാസ്ട്രിക് ആക്ടിവിറ്റി എന്ത് ചെയ്യും? സ്ലോ ഡൗൺ ആവും. അപ്പുറത്ത് ഗ്യാസ്ട്രിക് ആക്ടിവിറ്റി എന്ത് ചെയ്യും? നോർമൽ ആവും. ഇനി ഇവിടെ പെരിസ്റ്റാൾസിസ് എന്ത് ചെയ്യും? സ്ലോ ഡൗൺ ആവും. ഇപ്പുറത്ത് പെരിസ്റ്റാൾസിസ് എന്ത് ചെയ്യും? നോർമൽ ആവും. ഈ രണ്ട് പരിപാടിയും എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ സിമ്പിളാണ്. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എന്ത് കാര്യമാവട്ടെ പേടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യത്തിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് എന്ത് ചെയ്യും?
കുറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ നീന്താൻ പഠിക്കാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ വേറൊരു ചങ്ങായിണ്ട്, ഓനക്ക് ഒരു പേടിയില്ല, എനിക്കാണെങ്കിൽ ഭയങ്കര പേടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ രണ്ടാളും നീന്താൻ പഠിക്കാൻ പോകുമ്പോൾ ആരാണ് പെട്ടെന്ന് പഠിക്കുക? ഓനേക്കാരും പെട്ടെന്ന് പഠിക്കുക. കാരണം എനിക്ക് പേടിയാണ്, ഞാൻ വെള്ളത്തിൽ കിടക്കുന്നത് അങ്ങനെ ആവും. പക്ഷെ ഓൻ എന്തായിരിക്കും, ഇനി വെള്ളത്തിൽ ഇറങ്ങിയാലും മുങ്ങിയാലും മരിച്ചു പോയ പോലും കുഴപ്പമുണ്ടാവില്ല, കാരണം അവനക്ക് എന്തില്ല, പേടിയില്ല. അപ്പോൾ ഓനേക്കാരും പെട്ടെന്ന് പഠിക്കുക. ഇനിയിപ്പോൾ ഒരാൾ വണ്ടി ഓട്ടാൻ പഠിക്കുകയാണ്, ഒരു കാർ ഓട്ടാൻ പഠിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്താണ്, ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അതായത് എനിക്കൊരു പേടിയില്ല, ഒരു പേടിയും ബേജാറും ഒരു ടെൻഷനും ഇല്ല. പക്ഷേ എൻ്റെ ഒപ്പമുള്ള ചങ്ങായിക്ക് ഭയങ്കര ടെൻഷൻ. ഇപ്പോൾ ഇവിടെ നമ്മളെ ഫൂഫ് സാർ ഉണ്ട്, അയാൾക്ക് കാർ ഓട്ടാൻ വയ്ക്കില്ല എന്ന് വിചാരിക്കും. ഫൂഫ് സാർ കാർ ഓട്ടാൻ വയ്ക്കൂട്ടോ, വെറുതെ പറയാണ്. ഫൂഫ് സാറിന് കാർ ഓട്ടാൻ വയ്ക്കില്ല. അപ്പോൾ ഫൂഫ് സാർ ഞാൻ പഠിക്കാൻ പോവാണ്. ഫൂഫ് സാറിനാണ് ഈ ഭയങ്കര പേടി. എനിക്കാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല. ഞാനിപ്പോൾ ആക്സിലേറ്റർ കൊടുത്ത് കാർ രണ്ടുവട്ടം കുത്തി തല കുത്തി മറിഞ്ഞു, എന്നാലും എനിക്ക് പേടിയില്ല. ഫൂഫ് സാറിനാണെങ്കിൽ ആക്സിലേറ്റർ കാല് വെക്കാൻ വരെ പേടി. അപ്പോൾ സ്വാഭാവികമായിട്ട് ആരാ പെട്ടെന്ന് പഠിക്കുക? ഞാനാ പെട്ടെന്ന് പഠിക്കുക. എന്ന് വെച്ചാൽ പേടിച്ച് കഴിഞ്ഞാൽ എന്ത് പരിപാടിയാണെങ്കിലും എന്ത് ചെയ്യും, അത് സ്ലോ ഡൗൺ ആവും. അപ്പോൾ ബുദ്ധി വെച്ച് പറയും, ഇവിടെ ഗ്യാസ്ട്രിക് ആക്ടിവിറ്റി സ്ലോ ഡൗൺ, പേടിയാണ്. അപ്പോൾ അതെന്തായിരിക്കും? സിമ്പതറ്റിക് ആയിരിക്കും. അപ്പോൾ ഗ്യാസ്ട്രിക് ആക്ടിവിറ്റി നോർമൽ എപ്പോഴായിരിക്കും? പാരാസിമ്പതറ്റിക്. കഴിഞ്ഞു. എന്നാൽ ഞാൻ അടുത്തത് പെരിസ്റ്റാൾസിസ് സ്ലോ ഡൗൺ, പേടിയായിരിക്കും. പേടി സിമ്പതറ്റിക് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പെരിസ്റ്റാൾസിസ് നോർമൽ ആവുന്നത് എവിടെയായിരിക്കും? പാരാസിമ്പതറ്റിക്കിലായിരിക്കും. അതങ്ങനെ കണക്ട് ചെയ്തു. ഓക്കെ. ഓ എന്തൊരു സുഖം, എന്തൊരു സുഖം, ഇങ്ങനെയൊന്നും പറഞ്ഞു തരില്ല സാറേ. ഓക്കെ, എന്നാൽ ഞാൻ അടുത്തത് ഇതാ എന്താണ്, പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഇൻക്രീസസ്, പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഡിക്രീസസ്. പേടിക്കുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യും, നമ്മളെ മൂഡ് സ്വിങ്സ് ഒക്കെ മാറും. നമ്മളെ മൊത്തത്തിലുള്ള ഒരു ഇത് വേണം. ഞാൻ ഒരു പാമ്പിനെ കണ്ടു, അപ്പോൾ അതുവരെയുള്ള ഞാനല്ലേക്കാരും പിന്നെ ഞാൻ എൻ്റെ മൈൻഡും എൻ്റെ മുഖവും ഒക്കെപ്പാടെ മൊത്തത്തിലൊരു മാറിയിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് എൻ്റെ ബോഡിയിൽ എന്തുണ്ടാവും, കുറേ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ മാറ്റങ്ങൾ. ഞാൻ ഇപ്പോൾ ഒരു പാമ്പിനെ കണ്ടാൽ ഹായ് പാമ്പേ, ഹലോ, ഹൗ ആർ യു, ഫൈൻ, സുഖമല്ലേ, അങ്ങനെ പറയണോ? അല്ല, ഞാൻ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ എനിക്ക് ബോഡിയിൽ മൊത്തത്തിലുണ്ടാവും. ഒരു ആന എന്നെ കുത്താൻ വന്നു, ഹായ് ആന, ഹൗ ആർ യു, അങ്ങനെ പറയോ? ഇല്ലല്ലോ. അപ്പോൾ മൊത്തത്തിൽ എൻ്റെ ബോഡിയിൽ ഒരു സം കൈൻഡ് ഓഫ് മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ വരാൻ കാരണം എന്താ? ഹോർമോൺ പ്രൊഡക്ഷൻ അവിടെ കൂടിയോണ്ടാണ്. നേരെ മറിച്ച് എനിക്കൊരു പ്രശ്നമില്ല, ഇപ്പം എനിക്കൊരു പ്രശ്നമില്ല. ഓക്കെ, ബുദ്ധിയിലാണെന്ന് വിചാരിക്കരുത്, ഇപ്പോൾ എനിക്കൊരു പ്രശ്നമില്ല. അപ്പോൾ ഹോർമോൺ പ്രൊഡക്ഷൻ എൻ്റെ ബോഡിയിൽ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ അത് ആ രീതിയിൽ കണക്ട് ചെയ്യുക. അപ്പോൾ പേടി ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക? ഹോർമോൺ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ പേടി സിമ്പതറ്റിക്കിലായിരിക്കും എന്ത് ചെയ്യുക? ഹോർമോൺ പ്രൊഡക്ഷൻ കൂടുക. അതേസമയം കൂളായി നിൽക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഹോർമോൺ പ്രൊഡക്ഷൻ എപ്പോഴാണ് കുറയുക? ഹോർമോൺ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുന്നത് കൂൾ അല്ലെങ്കിൽ പാരാസിമ്പതറ്റിക്. അപ്പോൾ അതും കണക്ട് ചെയ്തു. ഇനി ഇവിടെ രണ്ടെണ്ണേ ബാക്കിയുള്ളൂ. ഒന്ന് ഗ്ലൈക്കോജൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസും, അതുപോലെ തന്നെ യൂറിനറി ബ്ലാഡർ നോർമൽ സ്റ്റേറ്റ് ആവുന്നത് എപ്പോഴാണെന്നുള്ളതാണ്. അത് നമുക്ക് സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഒരു മിനിറ്റ്, അതിന് വേറൊരു സ്കീമുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ് പോയോ? ഗ്ലൈക്കോജൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ്, ഗ്ലൈക്കോജൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൈക്കോജൻ. ഇത് രണ്ടും എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത് പലപ്പോഴും പല ആളുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ഇതന്നെ ചോദിക്കുള്ളൂ. കാരണം മാറട്ടെ, അങ്ങനെ മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾ മാർക്ക് കുറയുള്ളൂ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് മാറരുത്. പിന്നെ എന്തിനാ മുത്തച്ചേട്ടൻ ജീവിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞിടാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് എനർജി ഉണ്ടാവില്ല. ഞാനിങ്ങനെ പേടിച്ച് അമ്പി ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പോൾ എനിക്ക് എനർജി ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഗ്ലൂക്കോസ്, എനർജി ഈസ് ഈക്വൽ ടു ഗ്ലൂക്കോസ് ആണല്ലോ. അപ്പോൾ എൻ്റെ ഗ്ലൂക്കോസ് വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് എന്ത് വേണം? ഗ്ലൂക്കോസ് വേണം. അപ്പോൾ എൻ്റെ ബോഡിയിലുള്ള ഗ്ലൈക്കോജൻ എന്താക്കി മാറ്റണം? ഗ്ലൂക്കോസ് ആക്കി മാറ്റണം. എന്ന് വെച്ചാൽ ഗ്ലൈക്കോജൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ്. എപ്പോൾ? ഞാൻ പേടിച്ച് നിൽക്കുമ്പോൾ. കാരണം അപ്പോൾ എനിക്ക് എനർജി, ഗ്ലൂക്കോസ് ആവശ്യമാണ്. പേടി എന്താണ്? സിമ്പതറ്റിക് ആണ്. അപ്പോൾ ഗ്ലൈക്കോജൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ് എന്തായിരിക്കും? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു. അതെന്തായിരിക്കും? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നത്, ഒരു മിനിറ്റ്, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? സിമ്പതറ്റിക് ആയിരിക്കും. സിമ്പതറ്റിക് ആയിരിക്കും. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കട്ടോ. നേരെ ഓപ്പോസിറ്റ് എങ്ങനെയെന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൈക്കോജൻ. അതായത് ഞാൻ ഇപ്പോൾ കൂളായി നിൽക്കാം, എനിക്കൊരു പ്രശ്നമില്ല, ഫുൾ ഹാപ്പിയാണ്, അത്യാവശ്യം എനർജി ഉണ്ട്, നോ പ്രശ്നം, നോ ടെൻഷൻ. അപ്പോൾ എനിക്ക് ഗ്ലൂക്കോസ് ഒന്നും വേണ്ട, എൻ്റെ ബോഡിയിൽ ഓൾറെഡി കുറേ ഗ്ലൂക്കോസ് ഉണ്ട്. അത് വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്യും? ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യും. ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൈക്കോജൻ. എപ്പോൾ? ഞാൻ നോർമലായിട്ട് ഇരിക്കുമ്പോൾ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ, കൂളായി നിൽക്കുമ്പോൾ. അപ്പോൾ ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൈക്കോജൻ എന്തായിരിക്കും? പറഞ്ഞോളൂ, അത് നിങ്ങൾക്ക് കിട്ടി, പാരാസിമ്പതറ്റിക്. അപ്പോൾ അതും കണക്ട് ചെയ്തു. ഇനി ലാസ്റ്റത്തെ എന്താ അറിയോ? യൂറിനറി ബ്ലാഡർ നോർമൽ സ്റ്റേറ്റും യൂറിനറി ബ്ലാഡർ കോൺട്രാക്ട് സ്റ്റേറ്റും. എന്ന് വെച്ചാൽ യൂറിനറി ബ്ലാഡർ അതിൻ്റെ പൂർവ്വസ്ഥിതി പ്രാപിക്കുക. യൂറിനറി ബ്ലാഡർ എന്ത് ചെയ്യാണ്? യൂറിനറി ബ്ലാഡർ അതിൻ്റെ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതും, അതുപോലെ തന്നെ മൂത്രാശയം അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ ചുരുങ്ങുന്ന അവസ്ഥ. ഇത് സിമ്പിളാണോ പാരയാണോ ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ, അതായത്
പേടിക്കുന്ന സമയത്താണ് നമുക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുക അല്ലേ? എല്ലാവർക്കും അറിയാലോ. ഒരാൾക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുക എന്ന് പറഞ്ഞാൽ അയാളുടെ മൂത്രാശയം നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണോ അതോ അതിൽ തീരെ മൂത്രം ഇല്ലാത്ത അവസ്ഥയാണോ? ഇപ്പം ഞാൻ പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പേടിച്ച് നിൽക്കുമ്പോൾ എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടും. എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ട എപ്പോഴാണെന്ന് ചോദിച്ചാൽ എൻ്റെ മൂത്രാശയത്തിൽ അത്യാവശ്യം മൂത്രം ഉണ്ടാകുമ്പോഴാണ്. അല്ലാതെ എൻ്റെ മൂത്രാശയത്തിൽ മൂത്രമൊന്നുമില്ല, അപ്പോൾ പിന്നെ എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടോ ഇല്ല. അപ്പോൾ മൂത്രാശയത്തിൽ അത്യാവശ്യം മൂത്രം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ മൂത്രാശയം, ആ യൂറിനറി ബ്ലാഡർ ഇങ്ങനെ വലുതായിട്ട് നോർമൽ സ്റ്റേജിൽ ഇങ്ങനെ പൂർവ്വസ്ഥിതി പ്രാപിച്ചിരിക്കും. അപ്പോൾ യൂറിനറി ബ്ലാഡർ പൂർവ്വസ്ഥിതി നോർമൽ സ്റ്റേറ്റ് പ്രാപിക്കുന്ന സമയം എപ്പോഴാ മൂത്രമൊഴിക്കാൻ മുട്ടുന്നപ്പോഴാണ് പേടിക്കുമ്പോൾ സിമ്പതറ്റിക്. അപ്പോൾ സ്വാഭാവികമായിട്ടും യൂറിനറി ബ്ലാഡർ നോർമൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? സിമ്പതറ്റിക് ആയിരിക്കും. ഇവിടെ നോക്കൂ, യൂറിനറി ബ്ലാഡർ നോർമൽ സ്റ്റേറ്റ് അതെന്താണ്? സിംബ അല്ലെങ്കിൽ പേടി, സിമ്പതറ്റിക്. നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കാം. എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ കൂളായിട്ട് നിൽക്കാം, അപ്പം എനിക്ക് മൂത്രമൊഴിക്കാനൊന്നും മുട്ടുന്നില്ല. കാരണം എൻ്റെ യൂറിനറി ബ്ലാഡറിൽ മൂത്രമില്ല, അതിങ്ങനെ ചുരുങ്ങി ഒരു കുഞ്ഞായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഞാൻ കൂളായി നിൽക്കുകയാണ്. അപ്പോൾ യൂറിനറി ബ്ലാഡർ ഇങ്ങനെ ചുരുങ്ങി നിൽക്കുന്ന സമയം അല്ലെങ്കിൽ സങ്കോചിച്ചിരിക്കുന്ന സമയം, മൂത്രാശയം സങ്കോചിക്കുക എന്ന് പറഞ്ഞാൽ അതെപ്പോഴായിരിക്കും? പാരാസിമ്പതറ്റിക് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് കണക്ട് ചെയ്തല്ലോ, സെറ്റ് അല്ലേ? യെസ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ, അവരൊക്കെ ഇത് പഠിക്കട്ടെ. ഇനി ഒരു മിനിറ്റ്, ഇനി വേറൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പഠിക്കാം. അതായത് ഈ ഒരു ബോക്സ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താണ്. അതായത് നമ്മളെ കുറച്ച് രോഗങ്ങൾ, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, അപസ്മാരം പറഞ്ഞ രോഗങ്ങളുടെ കോസും അതേപോലെ തന്നെ സിംറ്റവും അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? കറക്റ്റ് മെൻഷൻ ചെയ്ത് കൊടുക്കണം. നമുക്ക് വെറുതെ ഒന്ന് മെൻഷൻ ചെയ്യാം. അവിടെ ലോസ് ഓഫ് മെമ്മറി ഒന്നും ചിന്തിക്കണ്ട, അതെന്തായിരിക്കും? അൽഷിമേഴ്സ് ആയിരിക്കും. ലോസ് ഓഫ് മെമ്മറി വന്നാൽ പിന്നെ ഒന്നുമേ ചിന്തിക്കരുത്, അത് അൽഷിമേഴ്സ് ആയിരിക്കും. പാർക്കിൻസൺസ് അതൊരു രോഗമാണ്. പാർക്കിൻസൺസിന് എന്താ കാരണം? ഡിസ്ട്രക്ഷൻ ഓഫ് ഗാംഗ്ലിയോൺസിൻ്റെ നാശമാണ്. നാശം. ഇനി ആ പാർക്കിൻസൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സിംറ്റംസ്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അത് നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. വെയിറ്റ് തൽക്കാലം ഞാൻ അത് അവിടെ എഴുതുന്നില്ല. ഇനി അടുത്തത് എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? അപസ്മാരമാണ്. അപസ്മാരത്തിന് എന്താ കാരണം എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്യണം. പിന്നെ അതിൻ്റെ സിംറ്റംസ് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ? ഈ ഒരു സാധനം കൃത്യമായിട്ട് ഈ ഒരു സാധനം കൃത്യമായിട്ട് നമ്മൾ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പെട്ടിയാണ് പഠിച്ചു വെച്ചാൽ മതി. ഈ ഒരു പെട്ടി പഠിച്ചു വെക്കാം. സിമ്പിൾ സ്കീം ഞാൻ പറഞ്ഞുതരാം, പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിച്ചോളി. 3 രോഗങ്ങളാണ് നമുക്കുള്ളത്. 1 അൽഷിമേഴ്സ്, 2 പാർക്കിൻസൺസ്, 3 അപസ്മാരം അല്ലെങ്കിൽ എപ്പിലെപ്സി. അതിൽ അൽഷിമേഴ്സ് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. കാരണം നിങ്ങൾ മറന്നു പോകില്ല. കാരണം അതെന്താ? അത് മറവി രോഗമാണ്. എന്താ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലോസ് ഓഫ് മെമ്മറി, അതായത് മെമ്മറി ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മളെ മാതാപിതാക്കളെ അല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാരെ, കൂട്ടുകാരെ, മക്കളെ, ബന്ധങ്ങളെ, റിലേറ്റീവ്സിനെ, അയൽവാസികളെ ആരും നമ്മൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഇന്നബിലിറ്റി ടു ഡെയിലി റൂട്ടീൻ വർക്ക്സ്, അതായത് നമ്മൾ ദിനചര്യനെ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ പോലും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഒരു കുന്തം ഓർമ്മ ഉണ്ടാവില്ല. ഓർമ്മ ഇല്ലാത്ത പരിപാടിയാണത് അൽഷിമേഴ്സ്. അത് കിട്ടി, അതിൻ്റെ ലക്ഷണം എന്തായാലും കിട്ടും. ഇനി അതിൻ്റെ കാരണമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. 2 കാരണമാണ്. ഒന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ന്യൂറോൺസ്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കുന്നുണ്ട് ന്യൂറോൺസ്. അതായത് ന്യൂറോണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നാഡീകോശം നശിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? അൽഷിമേഴ്സ് ഉണ്ടാവും. നാഡീകോശം നശിച്ചാൽ എന്തുണ്ടാവും? അൽഷിമേഴ്സ് ഉണ്ടാവും. രണ്ടാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അക്യുമുലേഷൻ ഓഫ് ഇൻസോളബിൾ പ്രോട്ടീൻ, നോട്ട് സോളബിൾ പ്രോട്ടീൻ. അല്ലെങ്കിൽ വെറും പ്രോട്ടീൻ എഴുതിച്ചാലും എന്തില്ല, മാർക്ക് കിട്ടൂല. അക്യുമുലേഷൻ ഓഫ് ഇൻസോളബിൾ പ്രോട്ടീൻ ഇൻ ന്യൂറൽ ടിഷ്യൂസ് ഓഫ് ദി ബ്രെയിൻ. അതായത് ബ്രെയിനിൽ, തലച്ചോറിൽ ഇൻസോളബിൾ പ്രോട്ടീൻ എന്ത് ചെയ്യുക? അക്യുമുലേറ്റ് ചെയ്യുക. മസ്തിഷ്കത്തിൽ എന്ത് ചെയ്യാണ്? അലേയമായ പ്രോട്ടീൻ അടിഞ്ഞുകൂടുക. ചില ആളുകൾ മസ്തിഷ്കത്തിൽ പ്രോട്ടീൻ അടിഞ്ഞുകൂടുക എന്ന് എഴുതിയേക്കും. അത് പൊട്ടത്തെറ്റ്. കാരണം മസ്തിഷ്കത്തിൽ പ്രോട്ടീൻ ഉണ്ട് എന്ന് എഴുതിയിട്ട് അൽഷിമേഴ്സ് ഉണ്ടാവില്ല. മസ്തിഷ്കത്തിൽ അലേയമായ, ഇൻസോളബിൾ ആയിട്ടുള്ള, ലയിക്കാത്ത പ്രോട്ടീൻ അടിഞ്ഞുകൂടുമ്പോൾ എന്തുണ്ടാവുള്ളൂ? അൽഷിമേഴ്സ് ഉണ്ടാവുള്ളൂ. ഇതൊരു കാരണം. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ന്യൂറോണുകൾ നശിച്ചാൽ എന്തുണ്ടാവും? അൽഷിമേഴ്സ് ഉണ്ടാവും. ഈ 2 കാരണങ്ങൾ കൊണ്ട് നമുക്ക് അൽഷിമേഴ്സ് ഉണ്ടാവും. ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇനി അടുത്തത് പാർക്കിൻസൺസ് സിമ്പിളായിട്ട് ഒരു സ്കീം ഞാൻ പറഞ്ഞുതരാം. പാർക്കിൻസൺസിൻ്റെ കാരണവും ലക്ഷണമൊക്കെ പഠിക്കാൻ, സിംറ്റംസും കോസും പഠിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. അതായത് ഇവിടെ ഒരു ചിത്രമുണ്ട്. ഇവിടെ ഒരു പാർക്കിൽ ഒരു ഫാമിലി എന്താണ്? വെറുതെ പാർക്കിക്ക് ഫാമിലി വൈബാക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ. അപ്പോൾ അതായത് അവരുടെ 2 കുട്ടികളാട്ടോ. 2 കുട്ടികൾ. ഓക്കെ. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഒരു നായ വന്നു. ഒരു ഡോഗ്. പാർക്കിൽ എന്ത് വന്നു? ഡോഗ് വന്നു. പാർക്കിൽ എന്ത് വന്നു? ഡോഗ്. പാർക്കിൽ ആര് വന്നു? ഡോഗ് വന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെ ആലോചിക്കുക. പാർക്കിൽ ഡോഗ്, പാർക്കിൻസൺസ്. ഡോപ്പമിൻ. എന്താണ്? ഡോപ്പമിൻ. എന്താണ്? ഡോപ്പമിൻ. അപ്പോൾ ഡോപ്പമിൻ്റെ കുറവ്. എന്തിൻ്റെ കുറവ്? ഡോപ്പമിൻ്റെ കുറവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്തുണ്ടാവും? പാർക്കിൻസൺസ് ഉണ്ടാവും. പിന്നെ പാർക്കിൽ പിന്നെ ഇതെന്താണ്? ഇത്
അപ്പോൾ അടുത്തത് എന്താണ്? ഗാംഗ്ലിയോണിൻ്റെ നാശം. അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിക്കുക. പാർക്കിൻസൺസിന് 2 കാരണമാണ്, ഗാംഗ്ലിയോണിൻ്റെ നാശവും ഡോപ്പമിൻ്റെ കുറവും. അപ്പോൾ പാർക്കിൽ ഡോഗ് എന്നാലോചിക്കുക, പാർക്ക് പാർക്കിൻസൺസ്, ഡോപ്പമിൻ, ഗാംഗ്ലിയോൺ. അപ്പോൾ ഡോപ്പമിൻ്റെ കുറവുണ്ടായാലും ഗാംഗ്ലിയോണിന് നാശം ഉണ്ടായിക്കഴിഞ്ഞാലും പാർക്കിൻസൺസ് ഉണ്ടാവും. പൊതുവെ എല്ലാ കുട്ടികൾക്കും മാറുന്നൊരു സംഭവം എന്താ അറിയോ? ന്യൂറോണിൻ്റെ നാശം ഉണ്ടായാലാണോ ഗാംഗ്ലിയോണിൻ്റെ നാശം ഉണ്ടായാലാണോ പാർക്കിൻസൺസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി പഠിച്ചു, പാർക്കിൽ ഡോഗ്. അപ്പോൾ ഡോഗിൽ ഗാംഗ്ലിയോൺ ആണ്, പിന്നെ പാർക്ക് എന്താ? പാർക്കിൻസൺസ്. അപ്പോൾ ഗാംഗ്ലിയോണിൻ്റെ നാശം പാർക്കിൻസൺസ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശത്തിൻ്റെ നാശം എന്തായിരിക്കും? അൽഷിമേഴ്സ് ആയിരിക്കും. ഇനി ഇതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് ചോദിച്ചാൽ, ലോസ് ഓഫ് ബോഡി ബാലൻസ് നഷ്ടപ്പെടും, ഇറഗുലർ മൂവ്മെൻറ്റ് ഓഫ് മസിൽസിന് ഇറഗുലർ മൂവ്മെൻറ്റ് സംഭവിക്കും, ഷിവറിങ് ഓഫ് ദ ബോഡി വറക്കും, പിന്നെ പ്രൊഫ്യൂസ്ഡ് സലൈവേഷൻ, അതായത് വായിൽ നിന്നിങ്ങനെ എപ്പോഴും എന്തുണ്ടാവും? ഉമിനീരൊഴുകും. അത് കണക്ട് ചെയ്യാൻ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ഇവിടെ പാർക്കുകാരെ വന്ന് ഡോഗാണ് വന്നത്. ഡോഗ് പെട്ടെന്ന് വരുമ്പോൾ ഈ കുട്ടി പേടിക്കൂലേ? കുട്ടി പേടിക്കും. അപ്പോൾ കുട്ടി പേടിച്ചിട്ട് ഇങ്ങനെ വിറക്കും. അപ്പോൾ ശരീരത്തിന് വിറയൽ, അതിൻ്റെ ഒരു സിംറ്റം കിട്ടി. പിന്നെ ആ നായൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇങ്ങനെ നാവ് ഇങ്ങനെ ഇട്ടിട്ട് എന്ത് ചെയ്യും? അതിലൂടെ ഇങ്ങനെ ഉമ്മിനീര് ഒഴുകുന്നുണ്ടാവും. അപ്പോൾ പ്രൊഫ്യൂസ് സലൈവേഷൻ, വായിൽ നിന്ന് ഉമ്മിനീര് ഒഴുകുന്നു. 2ാമത്തെ സിംറ്റം കിട്ടി. ആ സിറ്റുവേഷനെ ആലോചിക്കുക. പിന്നെ ആ കുട്ടിക്ക് ഇറഗുലർ മൂവ്മെൻ്റ് ആക്കണം. അതുവരെ കുട്ടി ഓടിച്ചാടി നടക്കേക്കണം. പിന്നെ ആ കുട്ടി ഇങ്ങനെ അയ്യോ നായ വരുന്നുണ്ട്, അങ്ങനെ ഒരു ഇറഗുലർ മൂവ്മെൻറ്റ് സംഭവിക്കും. അതായത് ക്രമരഹിതമായിട്ടുള്ള ചലനം സംഭവിക്കും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? ആ സിറ്റുവേഷൻ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതിനൊരു കണക്ഷൻ ഉണ്ടാക്കിയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, ഇനി ലാസ്റ്റത്തത് അപസ്മാരം. എന്താണ്? അപസ്മാരം. പിന്നെ ആ കുട്ടീൻ്റെ തുലനനിലയൊക്കെ നഷ്ടപ്പെടും. കാരണം അതുവരെ കുട്ടി ഭയങ്കര വൈബിലാക്കണം. നായിനെ കാണുമ്പോൾ കുട്ടി ഇങ്ങനെ തുലനനിലയൊക്കെ നഷ്ടപ്പെടും. അതൊക്കെ എന്ത് ചെയ്യുക? കണക്ഷൻ ഉണ്ടാക്കാം. പിന്നെ അപസ്മാരം അല്ലെങ്കിൽ എപ്പിലെപ്സി. അപസ്മാരത്തിൻ്റെ കാരണം ആ രീതിയിൽ തന്നെ പഠിക്കുക. അതായത് നമ്മൾ എന്ത് ചെയ്യുക? കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ ദ ബ്രെയിൻ. നമ്മളെ ബ്രെയിനിൽ എന്തുണ്ട്? ഇലക്ട്രിക് ചാർജുകൾ, വൈദ്യുത പ്രവാഹമുണ്ട്. ആ വൈദ്യുത പ്രവാഹം എന്ത് ചെയ്യുക? ക്രമരഹിതമായിട്ട്, ക്രമം തെറ്റിക്കാണ്ട് സഞ്ചരിക്കാതെ തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായി വൈദ്യുത പ്രവാഹം ഉണ്ടാക്കുന്നു. അതാണ് എന്തിൻ്റെ കാരണം? അപസ്മാരത്തിൻ്റെ അല്ലെങ്കിൽ എപ്പിലെപ്സിൻ്റെ കാരണം. ഇനി ഒരാൾക്ക് അപസ്മാരം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ചോദിച്ചാൽ സിമ്പിൾ പ്രശ്നങ്ങളാണ്. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യാറോ? അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്ന മനസ്സിലേക്ക് കൊണ്ടുവരാം. ഞാൻ പറഞ്ഞുതരാം എന്താ അപസ്മാരത്തിൻ്റെ ലക്ഷണം എന്നുള്ളത്. ഇതാ സിമ്പിളാണ്. 1ാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ മസ്കുലാർ കൺട്രാക്ഷൻ, അതായത് പേശി സങ്കോചം മൂലമുള്ള സന്നി. ഓക്കെ, അക്ഷരം മാറരുത്. പിന്നെ അടുത്തത് എന്താണ്? ഫ്രോത്തി ഡിസ്ചാർജ് ഫ്രം മൗത്ത്, അതായത് വായിൽ നിന്ന് എന്ത് ചെയ്യുക? നൊരയും പതിയൊക്കെ വരിക. പിന്നെ ക്ലിഞ്ചിങ് ഓഫ് ടീത്ത്, പല്ലിങ്ങനെ കടിച്ചു പിടിക്കുക. പിന്നെ മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആവുക, അതായത് അബോധാവസ്ഥയിലാവുക. ഇനി എല്ലാവരും ഇന്നിലേക്ക് ശ്രദ്ധിക്കുക. അതായത് അപസ്മാരം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് പല്ലിങ്ങനെ കടിച്ചു പിടിച്ചു, ഇങ്ങനെ കടിച്ചു പിടിക്കും. 2ാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വായിൽ നിന്ന് നൊരയും പതിയും വരും, ഫ്രോത്തി ഡിസ്ചാർജ് ഫ്രം മൗത്ത്, ഇങ്ങനെ നൊരയും പതിയും വരും. ഇതാണ് 2ാമത്തെ പ്രശ്നം. 3ാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പേഷ്യൻ്റ് എന്ത് ചെയ്യും? അൺകോൺഷ്യസ് ആവും, രോഗി അബോധാവസ്ഥയിലാവും. പിന്നെ 4ാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ മസ്കുലാർ കൺട്രാക്ഷൻ, അതായത് എന്താണ്? പേശി സങ്കോചം മൂലമുള്ള സന്നി. അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ അത് ഞാൻ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഒരാൾക്ക് അപസ്മാരമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടാവും. ഇതാണ് പേശി സങ്കോചം മൂലമുള്ള സന്നി. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വൃത്തിയിൽ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിവേ ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഈ വീഡിയോ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരോടൊക്കെ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ ഉഷാറായിട്ട് കറക്റ്റ് കണ്ണിങ് ആയിട്ട് പഠിക്കാൻ പറയാം. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഭാഗങ്ങളും നന്ദി, നമസ്കാരം നേരുന്നു. വീണ്ടും നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഫാസിൽ അറക്കൽ സർ ഇവിടെ പറയുന്നു. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. പിന്നെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.